വഖഫ് നാട്ടിലെ ജനങ്ങൾക്കെല്ലാം പണി കൊടുക്കുകയാണ്, കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയൊക്കെ. എന്നാൽ വഖഫ് ബോർഡിന് യോഗി ആദിത്യനാഥിൻ്റെ വക ഒരു പകണ കിട്ടി. അതെ, അത് രസകരമാണ്. വഖഫ് ബോർഡ് ഇപ്പോൾ ലോകത്തല്ല, കേരളത്തിലും ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും നടന്ന് ആളുകളുടെ പ്രോപ്പർട്ടി നോട്ടീസ് കൊടുക്കുന്നു, അളക്കാൻ പോകുന്നു, പിടിച്ചെടുക്കാൻ പോകുന്നു ഒക്കെയാണ്. വഖഫ് ബോർഡിൻ്റെ ഇന്ത്യൻ ആർമിയും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഉള്ളത്. ഏതാണ്ട് 9 ലക്ഷത്തിൽ പരം ഏക്കർ ഭൂമി വഖഫ് ബോർഡിൻ്റെ കയ്യിലുണ്ട്. ഇത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 10,000 ഏക്കറായിരുന്നു. വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ, സ്വാതന്ത്ര്യം കിട്ടുമ്പോഴല്ല, വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ 10,000 ഏക്കർ ഉണ്ടായിരുന്ന ഭൂമിയാണ് ഇപ്പോൾ 9.5 ലക്ഷം ഏക്കറായിട്ട് മാറിയിരിക്കുന്നത്. ഭൂമി വളരെയൊന്നുമില്ലല്ലോ, ഇല്ല, പിടിച്ചെടുത്ത് കൂട്ടിയതാണ്. അപ്പോൾ അങ്ങനെ നാട്ടുകാരുടെയൊക്കെ ഭൂമിക്ക് നോട്ടീസ് കൊടുക്കുന്നു. നമ്മുടെ കേരളത്തിൽ മുനമ്പത്തറിയാമല്ലോ, മുനമ്പത്ത് നോട്ടീസ് വിട്ടിരിക്കുന്നു, ചാവക്കാട് നോട്ടീസ് വിട്ടിരിക്കുന്നു, തമിഞ്ഞാൽ പഞ്ചായത്ത് വയനാട്ടിൽ നോട്ടീസ് വിട്ടിരിക്കുന്നു, തളിപ്പറമ്പിൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ വഖഫ് ബോർഡ് നോട്ടീസ് കിട്ടുന്നു, നിങ്ങളുടെ ഭൂമി ഞങ്ങൾ അളക്കും, ഞങ്ങൾ പിടിച്ചെടുക്കും, നിന്നെ ഒഴിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വഖഫ് അതിൻ്റെ മസിൽ പെരുക്കി നിൽക്കുകയാണ് കേരളത്തിൽ. തമിഴ്നാട്ടിലില്ല, തിരുച്ചെന്തൂർ, ഗോവിന്ദപുര എന്ന് പറഞ്ഞ ബീഹാറിലെ ഗ്രാമം, കർണാടകയിലെ വിജയപുര, ഇവിടെയൊക്കെ വഖഫ് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി നാട്ടുകാരുടെ കയ്യിൽ നിന്ന്, സാധുക്കളുടെ കയ്യിൽ നിന്ന്, കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് ഒക്കെ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. വഖഫിൻ്റെ കയ്യിൽ, വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫിൽ ഇപ്പം ഇന്ത്യൻ ഭരണഘടനയ്ക്കും മുകളിലുള്ള, ഇന്ത്യയിലെ കോടതികൾക്കും മുകളിലുള്ള ഒരു സ്ഥാപനം പോലെ, ഗവൺമെൻറ്റിനേക്കാളും വലിയൊരു സ്ഥാപനം പോലെ നിൽക്കുകയാണ് വഖഫ്. നിലവിലുള്ള കോൺഗ്രസ് ഉണ്ടാക്കി, കോൺഗ്രസ് പരിപോഷിപ്പിച്ച നിയമപ്രകാരം അങ്ങനെ വളർന്ന് വലുതായി പല്ലും നഖങ്ങളും ഒക്കെ പുറത്തേക്ക് നീട്ടി ആളുകളെ കൊല്ലാൻ കയ്യിലൊരു അറക്കവാളുമായിട്ട് നിൽക്കുകയാണ് വഖഫ് ബോർഡ്. ഈ വഖഫ് ബോർഡിനെ യോഗി ആദിത്യനാഥ് ഒരുമാതിരി പുല്ല് പോലെ എഴുതിയിരിക്കുന്നത്, രോമത്തിൻ്റെ വില കൊടുത്തിട്ടില്ല. 2020 യോഗി ഒരു കാര്യം ചെയ്തായിരുന്നു. കോവിഡ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വഖഫ് ബോർഡിൻ്റെ കമ്മിറ്റികളങ്ങ് പിരിച്ചുവിട്ടു. കമ്മിറ്റികളങ്ങ് പിരിച്ചു വിട്ടിട്ട് ഷിയകൾക്കും സുന്നികൾക്കും വഖഫ് ബോർഡുകൾ വേറെയുണ്ട്. കാരണം ഇവർ തമ്മിൽ കണ്ട, പേര് പറയുമ്പോൾ എല്ലാം മുസ്ലിമാണ്, പക്ഷേ നമ്മൾ നടുക്ക് നിന്നില്ലെങ്കിൽ തമ്മിൽ തല്ലിക്കൊല്ലും. അതാണല്ലോ ഷിയയും സുന്നിയും. അതുകൊണ്ട് ഷിയകൾക്കും സുന്നികൾക്കും വേറെ വേറെ വഖഫ് ബോർഡുണ്ട് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും. യോഗി 2020 ഈ വഖഫ് ബോർഡിൻ്റെ കമ്മിറ്റി അങ്ങ് പിരിച്ചുവിട്ടു. വഖഫ് ബോർഡ് നേരിട്ടങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ ചെയ്യാൻ തൻ്റെ ഇടം കാണിച്ച ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. ഇപ്പോൾ യോഗി എന്താ ചെയ്തിരിക്കുന്നറിയോ? വഖഫിനോട് പറഞ്ഞു, നിങ്ങൾ നാട്ടുകാരുടെ മുഴുവൻ പ്രോപ്പർട്ടി അളക്കുന്നില്ലേ, നിങ്ങളെക്കുറിച്ചും പരാതിയുണ്ട്. നിങ്ങൾ ആളുകളുടെ ഭൂമി അനധികൃതമായി കൈയേറുന്നു, ആളുകൾ പിന്നെ മറിച്ച് വിൽക്കുന്നു, കയ്യേറി കിട്ടിയ ഭൂമി മറിച്ച് വിൽക്കുന്നു ഒക്കെ പരാതിയുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. റവന്യൂ രജിസ്റ്ററിൽ വഖഫിന് എത്ര ഭൂമിയുണ്ട്, നിങ്ങളുടെ കൈവശം എത്രയുണ്ട്, ഇത് രണ്ടും കൂടെ കൃത്യമായിട്ട് അളക്കാൻ പോവാം. UPയിലെ മുഴുവൻ വഖഫ് പ്രോപ്പർട്ടികളും സർവേ നടത്തി അളക്കാൻ യോഗി ഉത്തരവിട്ടിരിക്കുക. അപ്പോൾ ഒരിടത്ത് ഒരു വഖഫിന് 1 ഏക്കർ ഭൂമി ഉണ്ടെന്നിരിക്കട്ടെ, അതിന് ചുറ്റുമുള്ള ഭൂമി മുഴുവൻ അവർ പിടിച്ചെടുക്കും. അതിനൊരു ഉദാഹരണം ഇപ്പോൾ പുതിയതായിട്ട് UP വന്നിട്ടുണ്ട്. UPയിലെ സെൻട്രൽ വഖഫ് ബോർഡ്. ഇത് പറയുമ്പോൾ അതിനോടത്ത് ഇതൂടെ പറയണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന കഥയല്ല സംഭവത്തിൻ്റെ ബാക്കി ഈ കഥ പറഞ്ഞിട്ട് പറയാം. UPയിലെ സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് ഒരു നോട്ടീസ് കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു ഉദയപ്രതാപ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. ഈ കോളേജ് 115 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന 1909 ഹിവത് ക്ഷത്രിയാസ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഉടമസ്ഥയിൽ ഒരു എൻഡോമെൻ്റായിട്ട് തുടങ്ങിയതാണ് കോളേജ്. ആ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം, 500 ഏക്കറിലാണ് കോളേജ് ഇരിക്കുന്നത്. 20,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 20,000 കുട്ടികൾ UP ഡിഗ്രി കോളേജുണ്ട്. UP മീൻസ് ഉദയപ്രതാപ് ഡിഗ്രി കോളേജ്, ഇൻ്റർമീഡിയറ്റ്, നമ്മുടെ ഇവിടെ +2 എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ആണ്. ഇൻ്റർ കോളേജ്, റാണി മുറാർ ബാലിക, രാജശ്രീ ശിശുവികാർ, രാജർഷി പബ്ലിക് സ്കൂൾ തുടങ്ങി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഒറ്റ കോമ്പൗണ്ടിൽ 500 ഏക്കറിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് 20,000 കുട്ടികളും പഠിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ, ബാലിക ഉണ്ടല്ലോ, ചെറിയ നഴ്സറി പോലെയുള്ള സംഭവം മുതൽ കോളേജ് വരെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഉദയപ്രതാപ് കോളേജിൻ്റെ വളപ്പിൽ. ഈ കോളേജിന് ഇപ്പോൾ അവകാശം ഉന്നയിച്ചുകൊണ്ട് വഖഫ് സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുക. ലക്നൌവിലാണ് ഈ കോളേജ്. ലക്നൌവിൽ നോട്ടീസ് അയച്ചിട്ട് അവർ പറയുന്നതിന് കാരണം എന്നറിയോ? കോളേജിന് തൊട്ടടുത്ത് ഒരു മസ്ജിദുണ്ട്, ചോറ്റി മസ്ജിദ് നവാബ് തോക്ക് മസ്രത് ഹുജറ എന്ന് പറയുന്നൊരു മസ്ജിദുണ്ട്. മസ്ജിദിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഈ പ്രോപ്പർട്ടി ഞങ്ങളുടെയാണ്. എങ്ങനെയുണ്ട്? 20,000 കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം. നോക്കണം, 91 ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഈ കോളേജിൻ്റെ പ്രശസ്തിയും അതിൻ്റെ സംഭാവനകളൊക്കെ കണക്കിലെടുത്ത് ഈ കോളേജിനെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് അംഗീകരിച്ചതാണ്.
അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസ് ഉള്ള ഓട്ടോണമസ് ആയിട്ടുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനം 1909 മുതൽ പ്രവർത്തിക്കുക. അതിനിപ്പോൾ ഇവർ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് എന്താ അറിയോ? യു പിയിൽ, എവിടെ യോഗി ഭരിക്കുന്ന യു പിയിൽ ധൈര്യമായിട്ട് ഇവർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഈ വഖഫ് ബോർഡുകളെ സുന്നി ഷിയ വഖഫ് ബോർഡുകളെ കോവിഡ് കാലത്ത് പിരിച്ചുവിട്ട് ഏറ്റെടുത്തിരുന്നു. വീണ്ടും വഖഫ് ബോർഡ് ഇപ്പോൾ നിലവിൽ വന്നു. ഇപ്പം നിലവിൽ വന്ന ഈ സുന്നി വഖഫ് ബോർഡാണ് ഈ തൊട്ടടുത്തൊരു പള്ളിയുടെ അടുത്താണ് ഈ കോളേജ്, 500 ഏക്കർ ഉള്ള ഈ കോളേജ്, 20,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജ് പള്ളിയോട് ചേർന്ന പ്രോപ്പർട്ടിയിലാണെന്ന് കാണിച്ച് അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ യു പി യോഗി ഭരിക്കുന്ന യു പിയിൽ ഇതാവാമെങ്കിൽ മറ്റുള്ളിടത്ത് എന്തായിരിക്കും? അതാണ് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ ഒരു കാര്യം ചെയ്തു, യോഗി തീരുമാനിച്ചപ്പോൾ നീ കരക്കാർക്ക് മുഴുവൻ നോട്ടീസ് കൊടുത്ത് അവരുടെ ഭൂമി ഏറ്റെടുക്കാൻ നോക്കല്ലേ, നിൻ്റെ എത്രയുണ്ടെന്ന് നോക്കട്ടെ, അങ്ങോട്ടൊരു പണി. എന്നിട്ട് ഷിയായുടെയും സുന്നിയുടെയും കയ്യിൽ റവന്യൂ റെക്കോർഡിൽ എത്രയുണ്ട്, കൈവശം എത്രയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഈ യു പി ഉദയപ്രതാപ് കോളേജിൻ്റെ പ്രോപ്പർട്ടിയിൽ ഇവർ അനധികൃതമായി നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. കയ്യേറിയിട്ട് 500 ഏക്കറല്ലേ, 500 ഏക്കർ എന്ന് പറഞ്ഞാൽ വാസ്റ്റ് ഏറിയാണ്. അപ്പം അവിടെ കുറേ ഭാഗത്ത് ഇവർ കയറി ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല. സ്വകാര്യ കോളേജാണ് ഇത്. കോളേജ് ഒരു ട്രസ്റ്റിൻ്റെ കോളേജാണ്. ട്രസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഹിവത്ത് ക്ഷത്രിയ സ്കൂൾ എൻഡോമെൻ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റിൻ്റെയാണ്. ഈ ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടി 1909 മുതലുള്ളതാണ്. അവർ പണം കൊടുത്ത് വാങ്ങിച്ച് ക്ഷത്രിയ വിഭാഗത്തിൻ്റെ, ക്ഷത്രിയ സമുദായത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതുവരെ എൻക്രോച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് യു പിയിൽ നിന്ന് തീരുമാനം വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? റവന്യൂ രേഖകളുമായി ഒത്തുനോക്കണം. രേഖയിലുള്ളതിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചിട്ടുണ്ടോ? ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന യോഗി ആയതുകൊണ്ട് ഇപ്പോൾ സുന്നിയോ ഷിയ ആരെങ്കിലും ആട്ടെ, വഖഫ് ബോർഡോ റവന്യൂ രേഖയിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചാൽ മിക്കവാറും പണി കിട്ടും. ആ വഖഫ് ബോർഡിൻ്റെ ആളുകൾ അകത്ത് പോകുന്ന സ്ഥിതി ഉണ്ടാവും. അവിടെ അതിനൊന്നും ഒരു മടിയില്ല. ബുൾഡോസർ കയറി ഇത് പിടിച്ചെടുത്ത് തിരിച്ചു കൊണ്ടുപോകും. പിന്നെ തമാശ എന്ന് പറയുന്നത്, ഇതിന് ഉത്തരവിറക്കിയിരിക്കുന്ന ആളുടെ പേരൂടെ കേൾക്കണം. ഷക്കീൽ അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ഗവൺമെൻറ് സെക്രട്ടറിയെ കൊണ്ടാണ് ഓർഡർ ഇറക്കിയിരിക്കുന്നത്, ഉത്തരവിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വഖഫുകാരൊന്ന് ശ്രദ്ധിക്കും. ഏതായാലും ഈ ഇദ്ദേഹത്തിൻ്റെ ഉത്തരവ് പോയിരിക്കുന്നത് മുഴുവൻ വഖഫ് പ്രോപ്പർട്ടിയും അളന്ന് തിരിക്കണം ആദ്യമേ. എന്നിട്ട് ഓരോ പ്രോപ്പർട്ടിയുടെയും റവന്യൂ റെക്കോർഡുമായി ഒത്തുനോക്കിയിട്ട് കൂടുതൽ ഭൂമി ഏതെങ്കിലും വഖഫ് ഭൂമിയെ വഖഫ് എന്ന പേരിൽ രേഖയിലുള്ളതിൽ കൂടുതൽ ഭൂമി വഖഫിൻ്റെ കയ്യിലുണ്ടോ എന്നറിയാനുള്ള ശ്രമം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് നടത്തിയിട്ടില്ല. അത് യു പി തുടങ്ങുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇതിനുള്ള ധൈര്യം പിണറായി വിജയൻ ഉണ്ടാവുമോ? നടക്കില്ല. പക്ഷേ എനിക്കൊന്ന് യോഗിയുടെ പാത പിന്തുടർന്ന് ഇന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ഉറപ്പായിട്ടും ആസാമിലെ ഹിമന്ത എങ്കിലും മുന്നോട്ട് വരും. അപ്പോൾ കാര്യങ്ങളിങ്ങനെ വഖഫ് നാട്ടുകാരെ മുഴുവൻ പേടിപ്പിച്ച് നാട്ടുകാരുടെ ഭൂമി മുഴുവൻ പിടിച്ചെടുത്ത് എന്തും ചെയ്യാം എന്ന തരത്തിൽ നീങ്ങുമ്പോൾ സുന്നി സെൻട്രൽ വഖഫ് ബോർഡ് ഉദയപ്രതാപ് കോളേജിന് നോട്ടീസ് അയച്ച് അവരുടെ 500 ഏക്കർ ഭൂമി, ഒന്ന് ആലോചിച്ചു, 500 ഏക്കർ ഭൂമിയും 20,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ വഖഫ് എന്ന് പറഞ്ഞ സംവിധാനത്തെ ലാൻഡ് ജിഹാദ് ബോർഡെന്ന് നമ്മൾ നേരത്തെ വിളിച്ചതിന് തെറ്റുമല്ല പറയാൻ പറ്റും. ഒരു തെറ്റില്ല. എത്ര കോടി രൂപയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അവർക്ക് ഈ വസ്തു മാത്രമല്ല, അതിൽ ഉൾപ്പെടുന്ന പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതും വേണം അല്ലേ? അത് കണ്ണായ സ്ഥലത്ത് ഇത് പിടിച്ചെടുത്താൽ എല്ലാം വരുമല്ലോ. വസ്തുവിൻ്റെ അവകാശം പറഞ്ഞാൽ മതിയല്ലോ. 500 ഏക്കർ ഭൂമിയും അതിലിരിക്കുന്ന 20,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 10,000 കോടിയോ 15,000 കോടി രൂപയുടെ പ്രോപ്പർട്ടി ആവും. എങ്ങും തൊടാതെ. അപ്പോൾ വെറുതെ അങ്ങോട്ടൊരു നോട്ടീസ് അയച്ചാൽ മതിയല്ലോ. നോട്ടീസ് അയച്ചാൽ കിട്ടും. കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ നടക്കും. പക്ഷെ അവിടെ ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. അതുകൊണ്ട് അതിൻ്റെ നടപടി അവിടെ നടക്കട്ടെ. അതുകൂടാതെ തിരിച്ചൊരു പണി കൊടുത്തിട്ട് യു പിയിലെ മുഴുവൻ പ്രോപ്പർട്ടി അളക്കാൻ പോവുക വഖഫിൻ്റെ. അപ്പം ഈ പറയുന്ന റവന്യൂ രേഖകളില്ലാത്തത് ഇതുകൂടെ ഒത്തു നോക്കി കഴിയുമ്പോൾ പുറത്തു വരുമല്ലോ. അപ്പോൾ ഈ ഷക്കീൽ അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ഗവൺമെൻറ് സെക്രട്ടറിയെ കൊണ്ടാണ് ഈ ഓർഡർ ഇറക്കിയിരിക്കുന്നത്. അത് മനഃപൂർവ്വം ചെയ്തായിരിക്കണം. കാരണം റവന്യൂ വകുപ്പ് അങ്ങനെ ഏതെങ്കിലും സെക്രട്ടറിയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. ഇതിന് അധികാരപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന സെക്രട്ടറിയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. റവന്യൂ വകുപ്പിൻ്റെ സെക്രട്ടറി ചിലപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ സെക്രട്ടറിയെ ഇതിന് വേണ്ടിയിട്ടൊരു മാറ്റി റീപ്ലേസ് ചെയ്തായിരിക്കാം. അതിൻ്റെ വാർത്തകൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല. ഏതായാലും ഷക്കീൽ അഹമ്മദ് സിദ്ദിഖി എന്ന് പറയുന്ന ഗവൺമെൻറ് സെക്രട്ടറി ഉത്തരവിറക്കിയിരിക്കുന്ന ആർക്കാന്ന് വെച്ചാൽ, ഒന്ന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ജില്ലാ മജിസ്ട്രേറ്റിനും പോലീസ് കമ്മീഷണർമാർക്കും SP മാർക്കുമാണ് നടപടി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി എന്തുകൊണ്ടാണ് ജില്ലാ മജിസ്ട്രേറ്റിനും പോലീസ് കമ്മീഷണർമാർക്കും SP മാർക്കും കൊടുത്തിരിക്കുന്ന സ്വാഭാവികമായി സംശയം വരും. റവന്യൂ വകുപ്പിന് കൊടുത്താൽ പോരെ, വില്ലേജ് ഓഫീസർക്കും തഹസീൽദാർക്കും കൊടുത്താൽ പോരെ എന്ന് സംശയം വരും. അങ്ങനെയല്ല, ഇവർ എന്തും ചെയ്യും.
ക്രമസമാധാന ഭൂമികളൊക്കെ ചെന്നാൽ ഇവർ തോക്കും വടിവാളും ബോംബുമായിട്ട് വരും. അതെ, അപ്പോൾ പിന്നെ പോലീസ് വേണ്ടി വരും. അപ്പോൾ മജിസ്ട്രേറ്റ് ഉണ്ട്, അപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് വേണ്ടി വന്ന് വെടിവെക്കും. ഇനി അപ്പോൾ അപ്പുറത്ത് സമ്പാദിക്കണ്ടല്ലോ, അതെ, സമ്പാദിക്കേണ്ടതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് ഓർഡർ കൊടുത്തിരിക്കുന്ന കോപ്പി ടു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, പോലീസ് കമ്മീഷണർമാർ, ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർക്കാണ്. ഇതും നമ്മുടെ പത്രങ്ങളിൽ വന്നിട്ടില്ല. അപ്പോൾ വഖഫ് കരക്കാർക്കിട്ട് പണിതാൽ വഖഫിൻ്റെ പണിയുന്ന മുഖ്യമന്ത്രിമാരും നമ്മുടെ നാട്ടിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.